നമസ്കാരം. കഴിഞ്ഞ ദിവസം ശബരിമല ഇഷ്യൂവിൽ പ്രസന്റ് ചെയ്ത ഒരു വീഡിയോയും അതിന് ഉണ്ടായ പ്രതികരണവുമാണ് ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്യാൻ കാരണമായത്. ആ വീഡിയോയെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചവർക്കും അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചവർക്കും നമസ്കാരം. ആ വീഡിയോയിൽ ഉണ്ടായ കുറെ പോയിന്റ്സിനെ കൗണ്ടർ ചെയ്ത് ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടു. അതുകൊണ്ട് തന്നെ അത് കേട്ടവരോട് ഒരു ക്ലാരിഫിക്കേഷൻ തരേണ്ട ഒരു ബാധ്യതയുണ്ട് എന്ന് തോന്നി. പ്രധാനമായും ആ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത്, ചെറുപ്പം മുതൽ ആർത്തവകാലത്ത് നിനക്ക് അശുദ്ധിയുണ്ട്, അശുദ്ധിയുള്ള അമ്പലത്തിൽ പൊക്കൂടാ എന്ന് പറഞ്ഞ് കേട്ട് വളർന്ന ഒരു സ്ത്രീ സമൂഹത്തോട് ആർത്തവകാലത്ത് നിങ്ങൾക്ക് അശുദ്ധിയില്ല, അമ്പലത്തിൽ പോകണ്ടെന്ന് നിങ്ങളോട് പറയാനുള്ള കാരണം മറ്റു ചിലതാണ്. അപ്പോ ആ തരത്തില് നിങ്ങൾ അമ്പലത്തിൽ പോവാതിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഇൻഫോംഡ് ഡിസിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയാ എടുക്കുന്ന ഒരു തീരുമാനം ആയിരിക്കണം. അത് മറ്റുള്ള ചിലരെങ്കിലും പറഞ്ഞ് ആക്കാൻ നോക്കുന്ന പോലെ അതൊരു ബ്ലൈൻഡ് ഫെയ്ത്ത് ഒന്നും അല്ല. അങ്ങനെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ആവരും. നിങ്ങൾക്ക് ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടൊരു റിപ്ലൈ കിട്ടി, നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ടൊരു ആൻസർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അങ്ങനെ ഒരു ഇൻഫോംഡ് ചോയ്സ് എടുക്കാനുള്ള ഒരു ഫ്രീഡം എല്ലാ സ്ത്രീക്കും ഉണ്ടാവണം എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് ഒരു എംപവർമെന്റ് സ്ത്രീകൾക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ ആ വീഡിയോയിൽ ഉണ്ടായ ചില പരാമർശങ്ങളെ അതിന്റെ ഒരു പ്രൊഫഷണൽ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ട് എന്റെ ക്രെഡൻഷ്യൽസിനെ വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു റിബട്ടൽ കണ്ടതുകൊണ്ടാണ് സത്യമായിട്ടും അതിനെ ഒരു പ്രൊഫഷണൽ ഡിസ്കഷൻ ആക്കാനോ, ആ 10 മിനിറ്റ് വീഡിയോയിൽ സത്യത്തിൽ മെഡിസിൻ പറയാൻ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ഒരു പ്രൊഫഷണൽ ഡിസ്കഷൻ ആക്കാനോ അതിനെ ഒരു ഫിസിക്കൽ ഡിസ്കഷൻ ആക്കാനോ പോലും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. എങ്കിൽ പോലും ചില പോയിന്റ്സിന് ക്ലാരിഫിക്കേഷൻ തരേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഇത് പറയുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ ഒരു പോയിന്റും അതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായതും അമ്പലത്തിനെ ചുറ്റിയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ ഈ റിബട്ടൽ എഴുതുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് അമ്പലത്തിൽ ഏറ്റവും മാഗ്നറ്റിക് പവർ ഉള്ള ഒരു ഫീൽഡിലാണ് ഒരു അമ്പലം കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ അവിടെ ഒരു എതീരിയൽ എൻവയൺമെന്റ് ഉണ്ടാക്കാനാണ് നമ്മൾ അമ്പലത്തിലെ പൂജാവിധികളും ക്രിയകളും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയോ കേംബ്രിഡ്ജ് ഡിക്ഷണറിയോ എന്തെങ്കിലും എടുത്ത് എതീരിയൽ എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് നോക്കണം. എതീരിയൽ എന്നുള്ള വാക്കിന് unrelated to the material or limiting the material or immaterial എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഫിസിക്കലിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു എൻവയൺമെന്റിനെയാണ് നമ്മൾ എതീരിയൽ എന്ന് പറയുന്നത്. ആ അർത്ഥത്തില് ഫിസിക്കൽ പവേഴ്സിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിനെയോ ഒക്കെ നളിഫൈ അതിന്റെ ഇഫക്റ്റിനെ ഏറ്റവും നെഗേറ്റ് ചെയ്യുന്ന ഒരു എൻവയൺമെന്റിനെയാണ് നമ്മൾ എതീരിയൽ എന്ന് പറയുന്നത്. അല്ലാതെ അമ്പലം മാഗ്നറ്റിക് ഫീൽഡിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അതൊന്നും പോയി ഒരു പ്രാവശ്യം കൂടെ കേട്ടു നോക്കൂ. എന്നോട് ചിലരൊക്കെ ചോദിച്ചു, അമ്പലത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോയിൻ പറന്നു പോകാത്തത്, എന്തുകൊണ്ടാണ് തിരുമേനിയുടെ തലയിലോട്ട് മാഗ്നറ്റിസം കയറാത്തത്? അങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ സ്കോപ്പ് ഇല്ല. സോ മാഗ്നറ്റിസത്തെ നള്ളിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഡിപ്പ് ഉണ്ടാക്കുക, അതാണ് ഒരു അമ്പലത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ചില മേജർ ക്ഷേത്രങ്ങൾ, ആക്ച്വലി നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. ചിദംബരം എന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം നിലനിൽക്കുന്നത് ഒരു എർത്തിന്റെ ഇക്വേറ്റർ അല്ല, അതിന്റെ മാഗ്നറ്റിക് ഇക്വേറ്റർ. അപ്പോ എർത്തിന്റെ ഒരു മാഗ്നറ്റിക് ഇക്വേറ്റർ ഉണ്ട്. ആ മാഗ്നറ്റിക് ഇക്വേറ്ററിലാണ് ചിദംബരം ക്ഷേത്രം നിലനിൽക്കുന്നത്. അതുപോലെ പഞ്ചഭൂതങ്ങളുടെ ക്ഷേത്രമുണ്ട്, 5 ശിവക്ഷേത്രങ്ങളുണ്ട്. അവ അത്രയും ഒരു ഒറ്റ ലോഞ്ചിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ വീണ്ടും ഇതൊക്കെ പറയുന്നത് എന്റെ മതഭ്രാന്ത് കൊണ്ടല്ല. There is a reason, there is a science behind the temple എന്ന് പറയാനാണ്. Temples are not prayer halls. Temples are built based on certain scientific principles. അത് എർത്തിന്റെ ജോഗ്രാഫിക്കൽ ലൊക്കേഷൻസ് ആയിട്ട് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചില എനർജി സെന്റേഴ്സ് ആയിട്ട് തന്നെയാണ് ക്ഷേത്രങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എന്ന പോയിന്റ് ഒരു പ്രാവശ്യം കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നോക്കി തന്നെയാണ് ക്ഷേത്രങ്ങൾ വെക്കാറുള്ളത്. അപ്പൊ അമ്പലങ്ങൾ ആക്ച്വലി ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഡിപ്പ്, നോട്ട് എ മാഗ്നറ്റിക് എൻഹാൻസ്മെന്റ്, ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് എതീരിയൽ. ഓക്കെ, അതൊന്ന് കൃത്യമായിട്ട് പറയുകയാണ്. പിന്നെ ചിലരൊക്കെ ചോദിച്ചു, ആർത്തവ രക്തം താഴോട്ട് വരുന്നത് ഗ്രാവിറ്റി കൊണ്ടാണ്. ആർത്തവ രക്തം താഴോട്ട് വരുന്നത് ഗ്രാവിറ്റി കൊണ്ടാണ് എന്ന് മാത്രമല്ല, എല്ലാം താഴോട്ട് വരുന്നത് ഗ്രാവിറ്റി കൊണ്ടാണ്. അതൊന്നും നമ്മൾ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അറിയുന്ന. ഞാൻ ഒരിക്കലും ഗ്രാവിറ്റിയെ കുറിച്ച് ആ ടോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. ഇനി കമ്മിങ് ടു ദ പോയിന്റ് ഓഫ് എൻഡോമെട്രിയോസിസ്. അപ്പൊ നിങ്ങളുടെ എല്ലാം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പ്രൊപ്പോണൻസ് എന്ന രീതിയിൽ എന്നെ കൗണ്ടർ ചെയ്യാൻ വന്നവരെല്ലാം പറഞ്ഞ ഒരു കാര്യം, എൻഡോമെട്രിയോസിസ് ഈ ആർത്തവ രക്തം തിരിച്ചു കയറി പോവുകയൊന്നുമില്ല. നിങ്ങളെ പലരും എന്നെ ചലഞ്ച് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. ഹിയർ ഇസ് മൈ ചലഞ്ച് ബാക്ക് ടു യു. Can you point one single medical test that gives a definite cause for endometriosis?
എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ എടുത്തു നോക്കി. നിങ്ങൾ പലരും അമേരിക്കൻ ജേർണൽ ഓഫ് ഓബ്സ്റ്ററ്റിക്സും അമേരിക്കൻ ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ഓബ്സ്റ്ററ്റിക്സും ഒക്കെ കോട്ട് ചെയ്തല്ലോ. If there is any textbook that you can quote which will definitely give you an answer as this is the cause of endometriosis, അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് റെഫറൻസസ് ഞാനും കൂടെ തരാം. endometriosis.org ഇത് ഒരു endometriosis.org ഒരു ഗ്ലോബൽ ഫോറം ആണ്. ഇത് US ഫോറം അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബി UK-ലാണ്. അവിടെ സൗത്ത് ഏഷ്യൻ വിമനിലാണ് endometriosis സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ തന്നെ വായിക്കുകയാണ്. There are different hypotheses as to what causes endometriosis. Unfortunately, none of these theories have ever been entirely proven, nor do they fully explain all mechanisms associated with the development of the disease. Thus, the cause of endometriosis remains unknown. Several theories have become accepted. Adonnu. ആരോ എഴുതി ചോദിച്ചു US ഗവൺമെന്റിനെ കുറിച്ച്, US ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ എനിക്ക് അറിയാമോ, അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് നിങ്ങൾക്ക് തരാമോ? US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സയൻസസ്, ഓഫീസ് ഓഫ് വിമൻസ് ഹെൽത്ത് .gov ഗൂഗിൾ ചെയ്യാവുന്നതാണ്. No one knows for sure what causes the disease called endometriosis. Researchers are studying possible causes. Retrograde menstrual flow is the most likely cause of endometriosis. Most likely cause, okay? It is not proven. ഇനി obgyn.ucla.edu ഇത് അമേരിക്കയിലുള്ളവർക്കെല്ലാം അറിയാം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസ് ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിക്കൽ സ്കൂൾസ് ഹിയർ. അവർ പറയുന്നു there are different ideas of how and why endometriosis happen. Another idea is, another possible explanation is, another possible causes. അവരും നിരത്തിയിട്ടുണ്ട് 10 കോസ്, പക്ഷെ no definite reason. ഇനി mayoclinic.org. You can just go and Google endometriosis under mayoclinic.org. Exact cause of endometriosis is not certain. The oldest theory is in retrograde menstruation. Experts propose induction theory, peritoneal cell transformation, embryonic cell transformation and hormonal functions on it, endometrial cell transplant. It is possible that a problem with the immune system may cause the body to not recognize and destroy menstrual tissue, misplaced cell tissue in the fetal period. ഇങ്ങനെ ഒരു 1000 possible causes, genetic, environmental, toxins അങ്ങനെയൊക്കെ. അപ്പോൾ all these basically tell you that there is no definite cause of endometriosis, അല്ലെങ്കിൽ no proven cause of endometriosis. പല തിയറികളുണ്ട്, പല ഹൈപ്പോത്തസിസ് ഉണ്ട്. പക്ഷെ ഒരൊറ്റ മെഡിക്കൽ ഡോക്ടറും ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആരും തീർത്ത് പറയില്ല ദിസ് ഇസ് വൈ endometriosis happens. അപ്പോൾ നമ്മുടെ ആ കാരിയേറ്റ് നമ്മൾ അംഗീകരിക്കണം. അതിലൊരു തെറ്റുമില്ല. വി ഡോണ്ട് നോ, ഓക്കെ? വി ഡോണ്ട് നോ, അത് തന്നെയാണ്. അപ്പോ ആ തരത്തില് ഞാനിപ്പോ പറഞ്ഞു പ്രസൂതി എന്ന് പറഞ്ഞ ഒരു വായു ഉണ്ട്. ഇനി ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ലെറ്റ്സ് ഗോ ബാക്ക് ടു കോസസ് ഓഫ് endometriosis as we know in modern medicine. 1920 ജോൺ സിംസൺ എന്ന് പറഞ്ഞ ആളാണ് ഫസ്റ്റ് പോസിബിൾ കോസ് ഓഫ് endometriosis എന്നുള്ള നിലയ്ക്ക് retrograde menstruationനെ പറഞ്ഞത്. ഓൾഡസ്റ്റ് തിയറി പ്രപ്പോസ്ഡ് ഓൺ ദാറ്റ് ഡിസീസ്. അപ്പോ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മെൻസ്ട്രുവൽ സെൽസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവാം. നിങ്ങൾ പലരും പറഞ്ഞു മെൻസ്ട്രുവൽ ബ്ലഡ് ഗ്രാവിറ്റി കൊണ്ട് താഴോട്ട് മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ the reason we refuted this particular retrograde menstruation theory was that 90% of females do have some amount of retrograde menstruation. അപ്പോ ഗ്രാവിറ്റി കാരണം എന്താണ് മെൻസ്ട്രുവൽ ബ്ലഡ് താഴോട്ട് മാത്രമേ പോവുള്ളൂ എന്നാണ് നിങ്ങളുടെ കൗണ്ടർ പോയിന്റ് എങ്കിൽ how do these 90% of normal women have retrograde menstrual flow? Appo there is something more than gravity that works in the female genital organs nu manasilakkanam. And what is that force ennulla question still remains unknown to modern medicine. Appo itharam chala caveats aanu modern medicine practice as you stay more in modern medicine or as you work more in modern medicine, you will come to realize there are a lot more things that we don't know. ഐൻസ്റ്റൈനെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് പറയട്ടെ, നിങ്ങളൊക്കെ പറഞ്ഞു മോഡേൺ മെഡിസിൻ റിസർച്ച് ആണ്. Understand it is research, and Einstein himself has said if we were 100% sure about what we were doing, we still will not be researching. And if you are continually researching, know that we have some caveats, know that there are certain loopholes in modern medicine, there are certain things in modern medicine that still remains unexplained. And unexplained ആവുന്നതിൽ തെറ്റൊന്നുമില്ല. And that is why we keep studying. നമ്മൾ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഇവൻ ഞാൻ കാർഡിയോളജി കീപ്സ് ചേഞ്ചിങ് എവറി സിംഗിൾ ഡേ. ഞങ്ങൾ 2 ദിവസം മുമ്പ് 2 മാസം മുമ്പ് പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളല്ല ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ വി കോൺസ്റ്റന്റ്ലി ചേഞ്ച് ആൻഡ് വി ചേഞ്ച് ബിക്കോസ് വി നോ അവർ അണ്ടർസ്റ്റാൻഡിങ് ഇസ് നോട്ട് ഡെഫിനിറ്റ്. അപ്പൊ നിങ്ങളൊക്കെ ചില ഉടുമ്പ് പിടിക്കുന്ന പോലെ മോഡേൺ മെഡിസിൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഇറ്റ് ക്യാൻ ഓൺലി ബി ദിസ് വേ എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. ബി ഓപ്പൺ. മോഡേൺ മെഡിസിൻ എന്റെയും കൂടെ ചോറാണ്. Okay, there is no refuting it.
100% പ്യൂർ ആയിട്ട് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് ഐ കെൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സേ അമേരിക്കയിലെ നല്ല ടോപ്പ് ക്ലാസ് ഒരു യൂണിവേഴ്സിറ്റിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, അമേരിക്കയിലെ പൈൽ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാർഡിയോളജിയിൽ DM, ആൻഡ് ഇവിടുത്തെ ഹോസ്റ്റർ യൂണിവേഴ്സിറ്റി, നോർത്ത് ഹെൽത്ത്, നാസ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ, ഇവിടെയൊക്കെ DM കാർഡിയോളജി ആൾക്കാരെ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. സോ എന്റെ ക്രെഡൻഷ്യൽസിനെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും ചില ഡയലോഗുകളൊക്കെ എഴുതി കണ്ട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനിൽ നിന്ന് വിമൻ ഇൻ കാർഡിയോളജി അവാർഡ് നേടിയിട്ട് ഞാൻ ഇതൊന്നും തള്ളുന്നില്ല. ബിക്കോസ് അതും കേട്ടു, മഞ്ഞ സാരി ഉടുത്ത് പട്ട് സാരി ഉടുത്ത് ന്യൂയോർക്കിൽ ഇരുന്ന് തള്ളി അങ്ങനെ പറഞ്ഞ ആളോടും എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഇത് തള്ളല്ല. ദിസ് ഇസ് മൈ ക്രെഡൻഷ്യൽ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ഗൂഗിൾ. ഇത് പറയുന്നത് ഞാൻ വലിയ സംഭവമാണെന്ന് പറയാൻ വേണ്ടിയിട്ടുമല്ല. ബട്ട് വെൻ യു റെഫ്യൂട്ട് സമ്മൺ, ഡു ഇറ്റ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഡോണ്ട് മേക്ക് ഇറ്റ് ടു പേഴ്സണൽ. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. എനിവേ, ദാറ്റ് ഇസ് നോട്ട് ദ പോയിന്റ്. ഇനി നിങ്ങൾക്ക് മെഡിസിന്റെ സൈഡിൽ എന്നോടുണ്ട്. അപ്പൊ എൻഡോമെട്രിയോസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സോ എൻഡോമെട്രിയോസിസ് ഈ റെട്രോഗ്രേഡ് ബ്ലഡ് ഫ്ലോ മോഡേൺ മെഡിസിൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ഗ്രാവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എം ആസ്കിംഗ് യു എ കൗണ്ടർ പോയിന്റ്. വൈ ഡിഡ് യു റെഫ്യൂട്ട് യുവർ തിയറി ഓഫ് retrograde menstruation? You refuted that theory because 90% of normal women do have retrograde menstruation, though they don't develop endometriosis. അങ്ങനെയാണെങ്കിൽ what is that particular force that causes the blood to go back in the reverse direction? എന്നും കൂടെ നിങ്ങൾക്ക് എന്നോട് ഉത്തരം പറയാനുള്ള ഒരു ബാധ്യതയുണ്ട്. So there is some force that does cause that. Okay, അപ്പൊ ആ കോസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. We can research on that. പിന്നെ പറഞ്ഞ ഒരു പോയിന്റ് പിന്നെ സെല്ലുലർ ഒരു കംപ്ലീറ്റ് സെൽ റീജനറേഷൻ എടുക്കുന്ന സമയത്തെ കുറിച്ചായിരുന്നു. അപ്പൊ 21 ഡേയ്സ് ആണ് അതിനുള്ള സമയം എന്ന് പറഞ്ഞപ്പോ ഏതോ ഒരു വിദ്വാൻ പറഞ്ഞു RBCക്ക് 4 മാസം life span ഉണ്ട്. Everybody knows this. Anyone who has gone to high school knows this. Brain never regenerates. Heart regenerates in 20 years. Liver regenerates in 5 years. Solid organs always take a lot more time to regenerate. Bones regenerate in 10 years. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ when you refute something, understand our scope of that talk was not medicines. That scope of that talk was to link a certain points in medicine to tell women why temples tell them not to come in. Okay, അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയട്ടെ. ഞാൻ നിങ്ങളോട് there are 4 levels of cellular regeneration, and level 1 is called flat cell regeneration, level 2 is called tubular organ regeneration, level 3 is called hollow non-tubular structure regeneration, and number 4 is solid organ regeneration. These are 4 types of cellular regeneration. അതില് ബ്രെയിനോ ലിവറോ ഹാർട്ടോ ഒക്കെ എന്റെ റീജനറേറ്റ് ചെയ്തിട്ട് ഞാൻ അമ്പലത്തിൽ പോവാന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഈ ലൈനിങ് സെൽസിനെ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് സെൽ റീജനറേഷനെ കുറിച്ചാണ്, which is type 1 cellular regeneration, and that takes exactly 3 weeks. അതിലും കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഇപ്പൊ ഇൻഡസ്റ്റൈനിൽ 5 ദിവസം കൊണ്ട് യു ഗെറ്റ് എ ഫുൾ ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയം റീജനറേറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടങ്ങില് നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സ് റീജനറേറ്റ് ഇൻ 10 days. പക്ഷേ ജനറലി നിങ്ങളുടെ എപ്പിത്തീലിയം, നിങ്ങളുടെ സ്കിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലങ് ലൈനിങ്, ഇതൊക്കെ ഫ്ലാറ്റ് സെൽ റീജനറേഷൻ, അതിനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഫ്ലാറ്റ് സെൽസ്. ആൻഡ് ദേ ഡു ടേക്ക് അബൌട്ട് 3 weeks. ആൻഡ് ഇഫ് ദേ ടേക്ക് അബൌട്ട് 3 weeks, ആ 3 weeks ചേർന്നിട്ടാണ് ഒരു മണ്ഡലം. ഈ 40 days കൺസെപ്റ്റ് ഹിന്ദുവിസത്തിന് മാത്രമല്ല ഉള്ളത്. എനിക്ക് തോന്നുന്ന ക്രിസ്ത്യൻ ഫ്രണ്ട്സിനൊക്കെ അറിയാം. ഒരാൾ നിങ്ങളുടെ വീട്ടിൽ മരിച്ചാൽ നിങ്ങൾ 41ന്റെ അന്നൊരു ഫംഗ്ഷൻ വെക്കും, അല്ലെ 40ന്റെ അന്നൊരു ഫംഗ്ഷൻ വെക്കും. സോ വാട്ട് ഇസ് 40 days അബൌട്ട്? അത് നിങ്ങളൊന്ന് ഓർക്കണം. വാട്ട് ഇസ് ദാറ്റ്? ഒരു മണ്ഡലത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് a lot of cultures, Jewish culture, Christian culture, they all go by this 41-day thing. Just do a research on what 41 days have to do with the human body. അപ്പോ അങ്ങനെയൊക്കെ so that what I said was about flat cell regeneration. So it's the time taken for your epithelium or your covering cells to come back or to go through a cycle of regeneration. അപ്പൊ അതാണ് ആ 3 weeksന്റെ കൺസെപ്റ്റ്. അല്ലാണ്ട് സോളിഡ് ഓർഗൻ റീജനറേഷൻ നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. നമ്മൾ വഴിയെ പോകുന്ന ഒരു കൊച്ചിനെ പിടിച്ച് അവൻ വെള്ളം തട്ടി കളിക്കുമ്പോൾ പോലും അവനെ വിളിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും വെച്ചാൽ നീ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളോട് അവൻ പറയും എന്ത് വിട്ടുതരാ പറയണേ. പക്ഷെ ഇഫ് ഹി ഗോസ് ടു കോളേജ് ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ഹൈഡ്രജനും ഓക്സിജനും തന്നെ ചേർന്നിട്ടാണ് അവൻ കളിക്കുന്ന വെള്ളം ഉണ്ടാകുന്നത്. So this is all a level of understanding. Modern medicine is great. I will not refute modern medicine because, like I told you, that is what I sustain myself on. But modern medicine is not the only life science. It's a problem. Modern medical doctors and all, even modern medical doctors in Matrala, modern medicine cannot be made into a reductionist science like every other science branch, because you cannot apply linear formulas or equations to a non-linear dynamic human system. Every single person is different. നമ്മള് പറയാറുണ്ട്
നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിന്റെയും ജീൻ തെറപ്പിയുടെയും ഒക്കെ കാലത്തേക്ക് വരികയാണ്. നമ്മളെല്ലാവരും ഒരുപോലെയാണ്, നമ്മുടെ എല്ലാ സിസ്റ്റം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വേർ ഇസ് ദ റോൾ ഓഫ് ദീസ് തിങ്സ്? നമ്മളെല്ലാം വ്യക്തികളാണ്, നമ്മളെല്ലാം ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്, നമ്മുടെ എനർജി സിസ്റ്റംസ് ഡിഫറെന്റ് ആണ്. വി ഡോണ്ട് ഓൾ ഫംഗ്ഷൻ എക്സാക്ട്ലി ദ സെയിം എന്നുള്ള തിരിച്ചറിവ് മെഡിസിൻ ഇസ് കമ്മിങ് ടു ദാറ്റ്. ആൻഡ് അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നിടത്താണ് ഈ ഗ്രോസ് ബോഡിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് സട്ടൽ ബോഡിയും എനർജി ബോഡിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലം വരും. ആൻഡ് ഞാൻ ഇനി വേറൊരു കാര്യം കൂടെ ചോദിക്കാം. നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, യോഗയെ കുറിച്ച് പറയണം, അതിനൊന്നും പ്രൂഫില്ല, അതൊന്നും അങ്ങനെയില്ല ഇങ്ങനെയില്ല. ഗോ ആൻഡ് റിസർച്ച് ഓൺ ഇറ്റ്. കുറെ സ്റ്റഡികൾ ഇപ്പൊ നടക്കുന്നുണ്ട്. എവിടെയാണ് $1 million റിസർച്ച് നടക്കുന്നത് ചോദിച്ചാൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്, പ്ലീസ് ഗൂഗിൾ ഓൺ ഇറ്റ്. ആന്റി ഏജിങ് സ്റ്റഡീസ് നടക്കുന്നുണ്ട്, ട്രാൻസ്ട്യൂലോമറൈസ് എൻസൈം സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, എവറി ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക നൗ ഹാസ് എ മെഡിറ്റേഷൻ സെന്റർ. മെഡിറ്റേഷൻ ഹ്യൂമൻ ബോഡിയിലുള്ള ഇഫക്റ്റിനെ കുറിച്ച് നമ്മൾ ഏത് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അമേരിക്കയിലെ എല്ലാ സെന്റേഴ്സും have meditations? Why do we tell our patients to go for meditation classes? Why do we put our doctors and nurses through in services for mindfulness and meditation every day? ഇത് ഈ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ റെഫ്യൂട്ട് ചെയ്തിട്ടോ അതിനെ ഫൈറ്റ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് അറിയില്ലാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ബി ഓപ്പൺ ആൻഡ് ലേൺ അബൌട്ട് ഇറ്റ്. ആ ഒരു ഓപ്പൺനെസ് മാത്രമേ ഞാൻ എന്റെ മെഡിക്കൽ കൊളീഗ്സിനോട് ചോദിക്കുന്നുള്ളൂ. അല്ലാണ്ട് മോഡേൺ മെഡിസിൻ ഞങ്ങൾ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, അത് ഇത്രേ ആവാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. പൂർവ്വമണ്ഡൂപം എന്നൊരു പ്രയോഗമുണ്ട് സംസ്കൃതത്തിൽ. ഇനി ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞു നിർത്താം. കാരണം നിങ്ങളെയൊക്കെ പോലെ തന്നെയായിരുന്നു ഞാൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചു, അല്ലെങ്കിൽ വൈൽക്കോണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് DM ചെയ്തു. അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ അറിവ് ഓഫ് മെഡിസിൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. അങ്ങനെ ഇരിക്കുമ്പോൾ കാർഡിയോളജിയിലേക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് NIH-ലൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ള അലക്സ് മാത്യു എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, ഹി വാസ് എ ഗ്രേറ്റ് സാൻസ്ക്രിറ്റ് സ്കോളർ. അദ്ദേഹം എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഹൃദയം എന്നുള്ള വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാമോ, ഹൃദയം എന്നുള്ള സാൻസ്ക്രിറ്റ് വേർഡിന്റെ. അപ്പൊ നിങ്ങളെയൊക്കെ പോലെ തന്നെ 1628 വില്യം ഫ്രാങ്ക്ഫർട്ട് ഡിമോട്ടോകോട്ടിസ് എന്ന് പറഞ്ഞതാണ് ഹൃദയത്തിന്റെ ഡെഫിനിഷൻ എന്ന് മനസ്സിൽ കൊണ്ട് നടന്ന ആളാണ് ഞാൻ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് ഹാർട്ട്. കാരണം അതിന് മുമ്പ് മോഡേൺ മെഡിസിൻ ഗ്യാലിനെ പോലുള്ളവര് ലിവറാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഡിമോട്ടോകോട്ടിസ് എന്നുള്ള എക്സ്പ്ലനേഷൻ വന്നപ്പോഴാണ് നമ്മൾ ആദ്യം ഹാർട്ടാണ് പമ്പ് ചെയ്യുന്നത്, അല്ലെ സർക്കുലേറ്ററി ഫോഴ്സിന്റെ ബേസിസ് ഹാർട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ 217 BC-യില് ഹൃദയം എന്നുള്ള വാക്കിന് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ബുക്കില്, പ്രത്യേകിച്ച് അതൊരു സാൻസ്ക്രിറ്റ് മെഡിക്കൽ ബുക്കില് കൊടുത്തിരുന്ന ഡെഫിനിഷൻ, ഹ്രീ മീൻസ് ടേക്ക്, Da means give, and Ya means distribute or balance. അപ്പൊ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ തന്നെയാണ് ടേക്ക്, ഗീവ് ആൻഡ് ബാലൻസ്. അപ്പൊ അത് മനസ്സിലാക്കി ആ തരത്തിലുള്ള ഒരു വാക്ക് ആ ഒരു ഓർഗൻ കൊടുക്കാനുള്ള വകതിരിവ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം വി ഹാഡ്. അതിനെ നമ്മൾ ഇതിനെ റെഫ്യൂട്ട് ചെയ്യുന്നത്, വാട്ട് ഈസ് അവർ പ്രോബ്ലം ഇൻ ട്രൈങ് ടു നോ ദിസ് ഓർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്? അത് മനസ്സിലാക്കുന്നത് കൊണ്ട് വി ഓൺലി ബിക്കം ബെറ്റർ ഡോക്ടേഴ്സ്. വി ഡോണ്ട് ബിക്കം എനിത്തിങ് വേഴ്സ് ദാൻ വാട്ട് വി ആർ. What I want to tell you is, like, your knowledge of modern medicine is great, but there is a lot more to life science than we know from modern medicine. അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. അതിലൊരു തെറ്റുമില്ല. അതിലുപരി ലൈക്ക് നമ്മള് കൂപമണ്ഡൂഹങ്ങളാവേണ്ട ആവശ്യമില്ല. ലൈക്ക് ഈ പൊട്ടക്കുളത്തിലെ തവളെ പോലെ ദിസ് ഇസ് ദ എൻറ്റയർ യൂണിവേഴ്സ് എന്ന് വിചാരിക്കാൻ പാടില്ല. ആൻഡ് അഗെയിൻ ഐ വോണ്ട് ടു ക്ലോസ് കോട്ടിങ് ഐൻസ്റ്റൈൻ ഹിംസെൽഫ്. There is only two things that is infinite in the universe. One is the universe itself, and the other is human stupidity. ആ ലെവലിലേക്ക് നമ്മൾ താഴാൻ പാടില്ല. Okay, the world out there is open, the universe is infinite, and keep wondering about it. Ask questions about it. Science, there should only be one question in science. Einstein പറയാറ്, it's not why, but it's why not. അപ്പൊ നമ്മളോട് ആരെങ്കിലും ഒരു സജഷൻ ഇതിങ്ങനെ ആവാം എന്ന് പറഞ്ഞാല്, you never ask why, you should ask why not. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, അങ്ങനെയും ആവാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് try and learn about it. പിന്നെ എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഇനി ആരും ഇതിന്റെ പേരിൽ എന്നോട് തർക്കിക്കാനോ വടപ്പുണ്ടാക്കാനോ വരേണ്ട, ബിക്കോസ് ഐ ഹാവ് എ വെരി ബിസി സ്കെഡ്യൂൾ. എനിക്ക് സമയമില്ല. ഓക്കെ, പ്രൊഫഷൻ, ടീച്ചിങ് യു മെഡിസിൻ or teaching you profession or discussing medicine on a public forum was never my intention, and it just was twisted into being that, and it was not my purpose. ഇനി ഈ റിബട്ടൽ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാൻ തയ്യാറായത് തന്നെ ആ വീഡിയോ 2 കൈ നീട്ടി സ്വീകരിച്ചവരെ ഷുഡ് നോട്ട് ഫീൽ ബാഡ്. അവരെന്തോ വിട്ടം കേട്ടു എന്ന് അവർക്ക് തോന്നുന്നില്ല. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് വീണ്ടും ചെയ്തത്. ആരും ഇതിന്റെ പേരിൽ ഇനി തർക്കിക്കാൻ വരില്ല. നന്ദി, നമസ്കാരം.